നമസ്കാരം. ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് സലീം ഡോല. ദാവൂദ് ഇബ്രാഹിമിന്റെ മുൻ വിശ്വസ്തനും അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ തലവനുമായ സലീം ഡോല തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ വെച്ചാണ് പിടിയിലായത്. ആഗോള ലഹരി മാഫിയക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തുർക്കിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനും പ്രാദേശിക പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഡോല പിടിയിലായത്. വ്യാജ UAE തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഇസ്താംബൂളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ആഗോളതലത്തിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ കടത്തുന്ന വലിയൊരു ശൃംഖലയുടെ സൂത്രധാരനായിരുന്നു ഇയാൾ. മുംബൈ പോലീസിന്റെ അപേക്ഷ പ്രകാരം CBI ഇയാൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡോലയെക്കുറിച്ചുള്ള വിവരം കൈമാറുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മുംബൈ പോലീസ് ഡോലയുടെ അടുത്ത സഹായികളെ അറസ്റ്റ് ചെയ്യുകയും കുടുംബാംഗങ്ങളെ പോലും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വിശദമായ അന്വേഷണത്തിന് പ്രതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇന്ത്യൻ ഏജൻസികൾ അധികൃതരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള ലഹരി കടത്ത്, കള്ളപ്പണ ഇടപാട് അടക്കമുള്ള നിർണായക വിവരങ്ങൾ സലീം ഡോലയിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഏജൻസിയുടെ കണക്കുകൂട്ടൽ. മുംബൈയിലെ ഡോംഗ്രിയിൽ വേരുകളുള്ള സലീം ഇസ്മായിൽ ഡോല ദാവൂദ് ഇബ്രാഹിമിന്റെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളായിരുന്നു. മുംബൈയിലെ കോട്ടൺ ഗ്രീൻ മേഖലയിലാണ് സലീം ഡോല ജനിച്ചത്. 1980കളിൽ ഇയാൾ മുംബൈ അധോലോകത്തിന്റെ കേന്ദ്രമായ ഡോംഗ്രിയിലേക്ക് താമസം മാറി. അവിടെ ദാവൂദ് സംഘത്തിന്റെ താവളത്തിൽ വെച്ചാണ് ഇയാൾ ക്രിമിനൽ ലോകവുമായി അടുക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യം നിയന്ത്രിച്ചിരുന്ന അന്താരാഷ്ട്ര ലഹരി മരുന്ന് വ്യാപാരി ഇക്ബാൽ മിർച്ചിയുടെ കീഴിലാണ് സലീം ഡോല തന്റെ കരിയർ ആരംഭിച്ചത്. മിർച്ചിയുടെ വിശ്വസ്തനായി മാറിയ ഇയാൾ ലഹരി കടത്തിലെ സങ്കീർണമായ വഴികൾ പഠിച്ചെടുത്തു. 2013 ലണ്ടനിൽ വെച്ച് മിർച്ചി മരിച്ചതോടെ ഡി കമ്പനിയുടെ ആഗോള മയക്കുമരുന്ന് ഇടപാടുകളുടെ ചുമതല ദാവൂദ് സലീം ഡോലയെ ഏൽപ്പിച്ചതായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ദാവൂദിന്റെയും ഛോട്ടാ ഷക്കീലിന്റെയും അടുത്ത അനുയായിയായി ഇയാൾ മാറി. പക്ഷേ പിന്നീട് ഇയാൾ ദാവൂദ് സംഘവുമായി തെറ്റി. 1998 40 കിലോ മാൻഡ്രക്സ് മയക്കുമരുന്നുമായി മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഡോല ആദ്യമായി പിടിയിലായി. 2018 മുംബൈ വിമാനത്താവളത്തിന് സമീപം വെച്ച് 1000 കോടി രൂപയുടെ ഫെന്റാനിൽ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ ഇയാൾ പ്രധാന പ്രതിയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം 2018 തന്നെ ഇയാൾ ഇന്ത്യ വിട്ടു. മെക്സിക്കോയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും മയക്കുമരുന്ന് കാർട്ടലുകളുമായി ഡോലയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് NCB പറയുന്നു. ദുബായ്, തുർക്കി എന്നിവിടങ്ങളിലിരുന്ന് ഇയാൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്നു. ആഗോള സിന്തറ്റിക് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ നല്ലൊരു പങ്ക് സലീം ഡോല നിയന്ത്രിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 1-ലധികം രാജ്യങ്ങളിൽ ഇയാളുടെ കീഴിലുള്ള മാഫിയ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ നഗരങ്ങളിലും ഇയാളുടെ ലഹരി ശൃംഖല വ്യാപിച്ചിട്ടുണ്ട്. സലീം ഡോലയുടെ മകൻ താഹിർ ഡോലയെ നേരത്തെ UAE വെച്ച് പിടികൂടി ഇന്ത്യക്ക് കൈമാറിയിരുന്നു. മഹാരാഷ്ട്രയിൽ സംഗ്ലിയിൽ നിന്നും മറ്റ് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസുകളിൽ ഇയാൾ പ്രധാന പ്രതിയാണ്. കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളും അന്വേഷിക്കുന്നുണ്ട്. സലീം ഡോലയ്ക്കെതിരെ ഇന്ത്യയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള വലിയ ലഹരി ഉൽപ്പാദന വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ടതാണ്. സലീം ഡോലയുടെ ലഹരി സാമ്രാജ്യം കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ളതാണെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇയാളുടെ നിയന്ത്രണത്തിലുള്ള ശൃംഖല വഴി പ്രതിമാസം 25 മുതൽ 30 കോടി രൂപയുടെ ലഹരി മരുന്ന് വ്യാപാരം നടന്നിരുന്നതായി സൂചനകളുണ്ട്. സാംഗ്ലിയിലെ ഫാക്ടറിയിൽ നിന്ന് മാത്രം 250 കോടി രൂപ വിലമതിക്കുന്ന 126 കിലോഗ്രാം മെഫെഡ്രോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മെഫെഡ്രോൺ വിൽക്കുന്നതിലൂടെ കിലോയ്ക്ക് 9 ലക്ഷം രൂപ വരെ ഇയാൾ ലാഭമുണ്ടാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ തുർക്കിയിൽ പിടിയിലായ ഇയാളെ വിട്ടുകിട്ടുന്നതോടെ ഇന്ത്യയിലെയും വിദേശത്തെയും അധോലോക മയക്കുമരുന്ന് ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. തുർക്കിയുമായി ഇന്ത്യക്ക് കുറ്റവാളികളെ കൈമാറാൻ ഔദ്യോഗിക കരാർ ഇല്ലാത്തതിനാൽ UAE വഴി ഇയാളെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്.